ഏവർക്കും പ്രഭാത വന്ദനങ്ങൾ. പൗലോസിന്റെ ആഗ്രഹങ്ങൾ, അതാണ് നമ്മുടെ പഠന വിഷയം. അതിനാധാരമായി ഫിലിപ്പിയർ 3-ാം അധ്യായമാണ് നാം ധ്യാനിക്കുവാനായി എടുത്തിരിക്കുന്ന ഭാഗം. അതിൽ തന്നെ 9 മുതൽ 21 വരെയുള്ള വാക്യങ്ങളാണ് നമ്മുടെ ചിന്തയ്ക്ക് ആസ്പദമായി ഈ ദിവസങ്ങളെല്ലാം നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നാം കണ്ടു കഴിഞ്ഞു, ഈ ലേഖനത്തിലെ 3-ാം അധ്യായത്തിന് പൗലോസിന്റെ അത്യാഗ്രഹങ്ങൾ എന്ന് പേരിട്ടാലും ആ തലക്കെട്ട് ഏറ്റവും അനുയോജ്യമായത് തന്നെയാണ്. ഒരു വിശ്വാസി ആഗ്രഹിക്കേണ്ടത് എന്തായിരിക്കണം വിശ്വാസിയുടെ ആത്യന്തികമായ കാഴ്ചപ്പാട്? എന്തിനു വേണ്ടിയായിരിക്കണം ഒരു വിശ്വാസി ഈ ഭൂമിയിൽ ആയിരിക്കേണ്ടത്? പ്രിയമുള്ളവരെ, അത് മനസ്സിലാക്കുവാൻ, അത് വെളിപ്പെട്ട് കിട്ടുവാൻ, ആ ദൈവിക പദ്ധതിയിൽ നാം എത്തിച്ചേരുവാൻ ഇടയായി തീർന്നാൽ നമ്മുടെയും ജീവിതം അനുഗ്രഹിക്കപ്പെടും. എന്നാൽ എന്ത് കിട്ടിയാലും തികയാത്ത പല വ്യക്തിത്വങ്ങളെയും നമ്മുടെ ചുറ്റുപാടിൽ, നമ്മുടെ സമൂഹത്തിൽ കാണുവാൻ കഴിയും. വീടിനോട് വീടും വയലിനോട് വയലും വസ്തുക്കളോട് ചേർന്ന് വീണ്ടും ഭൗതിക സ്വത്തുക്കളും ഭൂമിയിൽ നിക്ഷേപിച്ച് ധനശിഷ്ടം മക്കൾക്ക് വച്ചേച്ചു പോകുന്ന ഒരു വിശ്വാസ സമൂഹത്തെയാണ്, അല്ലെങ്കിൽ വിശ്വാസത്യാഗികളായ ഒരു കൂട്ടരെയാണ് നമുക്ക് പലപ്പോഴും ഭൂരിപക്ഷം കാണുവാൻ കഴിയുന്നത്. എന്നാൽ അതിൽ ഒരു ന്യൂനപക്ഷം ക്രൂശിന്റെ മഹത്വം മാത്രം അന്വേഷിക്കുവാനും കർത്താവിൽ പ്രശംസിക്കുവാനും വിശ്വാസത്തിൽ നിലനിൽക്കുവാനും എക്കാലവും സത്യത്തിന് സാക്ഷ്യം വഹിപ്പാനും ദൈവഹിതത്തിന് വേണ്ടി മാത്രം ജീവിതം സമർപ്പിച്ചിരിക്കുന്ന ഒരു ചെറിയ കൂട്ടത്തെ നമുക്ക് അതിന് നടുവിലും കാണുവാൻ കഴിയും. കാരണം അവർ പോകുന്ന വഴി വിശാലമല്ല, അവർ കയറി ഇറങ്ങുന്ന വാതിൽ ഇടുക്കമുള്ളതാണ്. ആ വിശ്വാസത്തിന്റെ ഒറ്റയടി പാതിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അല്പം ഞെരുക്കവും ഇടുക്കവും ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. പക്ഷെ എന്നാലും അവർ ലക്ഷ്യപ്രാപ്തിയിൽ ചെന്നെത്തുന്ന ചുരുക്കം കൂട്ടരിൽ അവരും ഉൾപ്പെടുന്നു. പ്രിയരെ, ഈ പ്രഭാതത്തിലെ ഓരോ ചിന്തകളും നമ്മുടെ പരിവർത്തനത്തിന്, രൂപാന്തരത്തിന് കാരണമായി തീരും. പൗലോസിനെ പോലെ നമുക്കും ചിന്തിക്കാം, നമുക്ക് ആഗ്രഹിക്കാം. എന്തായിരുന്നു പൗലോസിന്റെ ഇച്ഛകൾ? വാക്യം 9 ക്രിസ്തുവിനെ നേടണം. വാക്യം 10 ക്രിസ്തുവിൽ ഇരിക്കണം. വീണ്ടും അതേ വാക്യത്തിൽ തന്നെ ക്രിസ്തുവിനെ അറിയണം. വീണ്ടും ആ വാക്യം അവസാനിക്കുമ്പോൾ ക്രിസ്തുവിന്റെ പുനരുദ്ധാനത്തിന്റെ ശക്തിയെ ഒരിക്കൽ കൂടെ അറിയണം. വാക്യം 11 ക്രിസ്തുവിന്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മ അനുഭവിച്ചറിയണം. നാം ആ ഭാഗം കൺക്ലൂഡ് ചെയ്യുമ്പോൾ പൗലോസിന്റെ അടങ്ങാത്ത ഒരു അഭിവാഞ്ച ക്രിസ്തുവിനോട് അനുരൂപനാകണം. പ്രിയമുള്ളവരെ, ഈ അധ്യായത്തിൽ അപ്പോസ്തലനായ പൗലോസിന്റെ ഏറ്റവും എടുത്തു പറയാവുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്, എങ്കിലും എനിക്ക് ലാഭമായിരുന്നതൊക്കെയും ഞാൻ ഛേദമെന്നെണ്ണി. 5-6 വാക്യങ്ങളിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും താനിപ്പോൾ ഛേദം അല്ലെങ്കിൽ നഷ്ടപ്പെടുത്തിയിരിക്കുകയാണ്, തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. അതെല്ലാം എനിക്ക് നഷ്ടമായി, നാശയോഗ്യമായി, നിഷ്പ്രയോജനമായി എന്ന് നാം കാണുന്നു. എന്തൊക്കെയാണ്? യഹൂദൻ എന്ന തന്റെ അവകാശം, എബ്രായൻ എന്ന തന്റെ പുകഴ്ച, പരീശൻ എന്ന തന്റെ നീതി, ഇവയെല്ലാം ഒരു പ്രയോജനവുമില്ലാത്ത നിരർത്ഥകമായ ഒരു വിഷയമായി തന്റെ മുമ്പിൽ ഇപ്പോൾ ആയിരിക്കുകയാണ്. ക്രിസ്തുവിൽ ആശ്രയിക്കുന്നതിൽ നിന്നും തന്നെ പിന്തിരിപ്പിക്കുന്ന എല്ലാ ഘടകങ്ങളെയും താൻ ഉപേക്ഷണമായി ഇപ്പോൾ എണ്ണിയിരിക്കുന്നു. പൗലോസ് അപ്പോസ്തലൻ ഏറ്റവും വിലയുള്ളത് കണ്ടപ്പോൾ വില കുറഞ്ഞതിനെ വേണ്ടാന്ന് വെച്ചു. പ്രിയമുള്ളവരെ, യേശുക്രിസ്തുവിനെ വ്യക്തിപരമായി അറിയുന്നതിലുപരിയായി വിലയുള്ള യാതൊന്നും ഈ ഭൂമിയിലില്ല. മറ്റൊന്നിനും നിങ്ങൾക്ക് ആത്മരക്ഷ നിത്യജീവനം നൽകുവാൻ ഒരിക്കലും കഴിയുകയില്ല. യേശുക്രിസ്തുവിനെ നമ്മുടെ വ്യക്തിപരമായ രക്ഷകനെ അറിയുകയും കർത്താവായി സ്വീകരിക്കുകയും ചെയ്യുന്നതിലൂടെ മാത്രമേ ഒരുവന് എന്നതൊക്കെയായിട്ടുള്ള രക്ഷ ലഭിക്കുകയുള്ളൂ. ഒരു ഉദാഹരണമായി, ഒരു വള്ളം കടലിൽ കൂടെ യാത്ര ചെയ്യുന്നത് സങ്കല്പിക്കുക. ആ വള്ളം നിറച്ച് വിലയേറിയ സാധന സാമഗ്രികളാണ്. ഈ വള്ളം ഈ ഭാരം വഹിച്ചുകൊണ്ട് കടലിൽ കൂടെ യാത്ര ചെയ്യുമ്പോൾ വലിയ കൊടുങ്കാറ്റടിക്കുന്നു, വള്ളം മുങ്ങുവാൻ തുടങ്ങുന്നു. ഈ വള്ളത്തിൽ യാത്ര ചെയ്യുന്ന യാത്രക്കാരുടെ പ്രതികരണം എന്തായിരിക്കും? എന്താണ് പ്രിയമുള്ളവരെ രക്ഷപ്പെടുന്നതിന് തുഴക്കാർ വേഗത്തിൽ ചെയ്യുന്നത്? സകല വിലയേറിയ സാധനങ്ങളും അവർ കടലിൽ വലിച്ചെറിയും. ഈ കപ്പലിൽ യാത്ര ചെയ്യുന്നവരെ രക്ഷിക്കുവാൻ എന്തു മാർഗം ഉപയോഗിച്ചു അവർ വേണ്ടതെല്ലാം ചെയ്യും. അപ്പോൾ അതുവരെ സൂക്ഷിച്ച ഈ സാധനങ്ങളെല്ലാം ഒന്നൊന്നായി വെള്ളത്തിലേക്ക് വലിച്ചെറിയും. സാധനങ്ങൾ വിലയുള്ളതാണ്, പക്ഷേ ഇപ്പോൾ ഈ വള്ളത്തിലിരിക്കുന്ന സാധനങ്ങളുടെ ഭാര നിമിത്തം വള്ളം മുങ്ങുവാൻ തുടങ്ങിയാണ്, ആളുകൾ മരിക്കുവാൻ തുടങ്ങിയാണ്. പക്ഷെ സാധനം ഉപേക്ഷിച്ചും ജനത്തിന്റെ ജീവനെ നേടുന്ന വിഷയം നാം ചിന്തിക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും. അതുപോലെ പൗലോസിന് ക്രിസ്തുവിനെ നേടുവാൻ തന്റെ പഴയ മതപരമായ എല്ലാ സാധനങ്ങളും വലിച്ചെറിയേണ്ടതായിട്ട് വന്നു. തന്റെ യഹൂദ പശ്ചാത്തലം, പരിച്ഛേദന, റോമൻ സിറ്റിസൺഷിപ്പ്, ന്യായപ്രമാണം സംബന്ധിച്ച നീതി, തന്റെ ഭൗതിക തലങ്ങൾ എല്ലാം താൻ
യേശു ക്രിസ്തു എന്ന ഒറ്റ വെളിപ്പാടിൽ ഉപേക്ഷിക്കാൻ തയ്യാറായി. കൊട്ടാരത്തിൽ ജീവിച്ച പൗലോസ് ക്രിസ്തു എന്ന ഒരു വെളിപ്പാട് നിമിത്തം കൊട്ടയ്ക്കകത്തും ഒതുങ്ങിയിരിപ്പാൻ തനിക്കിടയായി. തർസോസിലെ കപ്പലുടമസ്ഥന്റെ മകൻ കപ്പലിലും സഞ്ചരിച്ചു, കപ്പലിന്റെ പലകയിലും സഞ്ചരിക്കുവാൻ തനിക്കിടയായി. അത് ക്രിസ്തുവിനെ നേടുവാൻ എന്തുമായി തീരാൻ മനസ്സുള്ള ഒരു അപ്പോസ്തലൻ. ഈ ലോകത്തിലെ ഏറ്റവും പ്രാധാന്യമുള്ളതെല്ലാം യേശു നിമിത്തം താൻ നഷ്ടപ്പെടുത്തി. നാം സുവിശേഷ ഭാഗങ്ങൾ ഇങ്ങനെ കാണുന്നു. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് യേശു ക്രിസ്തു ഇപ്രകാരം പറഞ്ഞു: നിധിയുള്ള വയൽ വാങ്ങുവാൻ തനിക്കുള്ളതൊക്കെയും വിറ്റ ഒരു വ്യാപാരിയെക്കുറിച്ച്. തനിക്കുണ്ടെന്ന് പറയുന്ന സകലവും വിറ്റ് നിധിയുള്ള വയൽ വാങ്ങി. എല്ലാവരും പറഞ്ഞു ഇവൻ വെറും ഭോഷനാണ്. കാരണം ഈ വ്യക്തിയെ കുറ്റപ്പെടുത്തിയവരാരും ഈ വയലിനെ ഒളിച്ചു വെച്ച നിധി കണ്ടില്ല. അവർ കണ്ടത് ഈ മണ്ണാണ്, ഈ പൂഴിമണ്ണാണ്, ഈ നിലമാണ്. നിലത്തിന് എന്ത് വില? പക്ഷേ കർത്താവ് പറയുന്നു, ഈ നിധി കണ്ടപ്പോൾ എല്ലാം വിൽക്കുവാൻ ആ വ്യാപാരി തയ്യാറായി. പ്രിയമുള്ളവരെ, യേശു ക്രിസ്തുവാണ് ആ വിലയേറിയ നിധി. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശുവാണ് ആ വിലയേറിയ ഒന്ന്. ലോകത്തിലുള്ളതെല്ലാം ഒന്നിച്ചു വച്ചാലും അതിലും വിലയേറിയതാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. ക്രിസ്തുവിനെ അറിയണം എന്നുള്ള ഒറ്റ വെളിപ്പാട് പൗലോസിനെ മൂന്നാം സ്വർഗത്തോളം എത്തിച്ചു. സ്വർഗോന്നതകളിൽ ഒരു വെളിപ്പാട് നിമിത്തം ഈ ഭൂമിയിൽ താൻ ജീവിച്ചിരുന്നപ്പോൾ ആത്മമണ്ഡലങ്ങളിൽ സ്വർഗസ്ഥലങ്ങളിലേക്ക് താൻ എത്തി. അപ്പോസ്തലപ്രവൃത്തി 8-ാം അധ്യായം നാം പഠിക്കുമ്പോൾ സ്തേഫാനോസ് തൻ്റെ ജീവിതത്തിൻ്റെ മരണസമയത്താണ് തുറക്കപ്പെട്ട സ്വർഗവും ദൈവപുത്രനെയൊക്കെ കണ്ടത്. എന്തുകൊണ്ട് സ്തേഫാനോസിന്റെ പേര് പറഞ്ഞെന്ന് ചോദിച്ചാൽ, സ്തേഫാനോസിനെ കൊല ചെയ്യുന്നത് ശൗലിന് സമ്മതമായിരുന്നു. അല്ലെങ്കിൽ ഈ ചെറുപ്പക്കാരെ സമ്മതം വാങ്ങിയിട്ടാണ് സ്തേഫാനോസിനെ കല്ലെറിഞ്ഞ് കൊന്നത്. സ്തേഫാനോസിന് തൻ്റെ ജീവിതത്തിലെ അന്ത്യനിമിഷങ്ങളാണ് തുറക്കപ്പെട്ട സ്വർഗം കാണുവാൻ കഴിഞ്ഞതെങ്കിൽ പൗലോസ് ജീവിച്ചിരിക്കുമ്പോൾ സ്വർഗത്തോളം എടുക്കപ്പെട്ടു. പ്രിയമുള്ളവരെ, പൗലോസിനെ വ്യത്യസ്തനാക്കി തീർത്തത് തൻ്റെ കുടുംബ പശ്ചാത്തലമോ മതപാരമ്പര്യങ്ങളോ തൻ്റെ വംശമോ കുലീനതയോ വിദ്യാഭ്യാസമോ മറ്റ് പാരമ്പര്യങ്ങളോ ഒന്നുമല്ല. അതെല്ലാം യേശുവിനെ നേടുന്നതിന്, യേശുവിൽ ഇരിക്കുന്നതിന്, യേശുവിനെ അറിയുന്നതിൽ തനിക്ക് ഒരു തടസ്സങ്ങളായിരുന്നു, തൻ്റെ മുന്നേറ്റത്തെ തടയുന്ന മതിലുകളായിരുന്നു. എന്നാൽ താൻ അതിനെ അതിജീവിച്ചു, ചാടിക്കടന്നു. ഈ ലോകത്തിൻ്റെ ഊന്നുവടികൾ തനിക്ക് ആവശ്യമില്ലായിരുന്നു. മതത്തിൻ്റെയോ കുലത്തിൻ്റെയോ ജാതിയുടെയോ പാരമ്പര്യങ്ങളുടെയോ ഒന്നും സഹായങ്ങൾ തനിക്ക് യേശുവിനെ നേടുന്നതിൽ ഒട്ടും ഉപകരിച്ചില്ല. ക്രിസ്തു എന്ന വെളിപ്പാട് തനിക്ക് ലഭിച്ചപ്പോൾ ഇന്നലകളിൽ ഏറ്റവും ശ്രേഷ്ഠമെന്ന് താൻ കണ്ട സകലതും വലിച്ചെറിയുവാൻ ഗാർബേജ് ബോക്സിലേക്ക്, ചവിറ്റുകൊട്ടയിലേക്ക്, വേണ്ടാത്ത സാധനങ്ങൾ വേസ്റ്റ് ബോക്സിലേക്ക് വലിച്ചെറിയുന്നതുപോലെ ഇപ്പോൾ സകലവും വലിച്ചെറിയുന്നതിന് തൂക്കം നോക്കിയാൽ വലിയ വെയിറ്റേജാണ്. പക്ഷെ അതിനേക്കാൾ വലിയൊരു വില താൻ അതിൻ്റെ അങ്ങേ തലയ്ക്കൽ കണ്ടു. ഇത് ഭൗതികമാണെങ്കിൽ അത് ആത്മീയമാണ്, ഇത് മാനുഷികമാണെങ്കിൽ അത് ദൈവികമാണ്, ഇത് താൽക്കാലികമാണെങ്കിൽ അത് നിത്യമാണ്. പ്രിയമുള്ളവരെ, അപ്രകാരം സ്വർഗീയമായതിനു വേണ്ടി, ഉന്നതമായതിനു വേണ്ടി, ഉത്തമമായതിനു വേണ്ടി ഒരു ജീവിച്ച ഭക്തനാണ് അപ്പോസ്തലനായ പൗലോസ്. നമ്മുടെ ഈ ചിന്ത ഇവിടെ അവസാനിക്കുന്നില്ല. യേശുവിനെ അറിയണം, യേശുവിനെ മാത്രം അറിയണം, യേശുവിനെ അല്ലാതെ മറ്റാരെയും അറിയരുത് എന്നുള്ള ചിന്ത നമുക്ക് തുടരണം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.